5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കൺമണി കൺമണി അൻപോട് കാതലിൻ മൂഞ്ചി മൂഞ്ചി. ഇത് എന്റെ വാചകമല്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ ഉലക നായകനെ കുറിച്ചുള്ള തെറി പൂരമാണ്. കന്നഡ എന്റെ കുറെ സുഹൃത്തുക്കൾ കന്നഡയിലുണ്ട്, കർണാടകത്തിലുണ്ട്. അവിടുത്തെ സോഷ്യൽ ഹാൻഡിലുകളിൽ ഈ കമലഹാസനെ കുറിച്ച് പറയുന്നത് എത്ര തെറിയൊക്കെയാണ് പറയുന്നത്. എന്തിനാ ഇദ്ദേഹം ഈ അബദ്ധത്തിനൊക്കെ പോകുന്നത്? അദ്ദേഹം ഒരു കന്നഡ സിനിമ എടുത്തു, എന്താ ഒരു പേരുണ്ടല്ലോ, ഒരു സിനിമ എടുത്തല്ലോ, കന്നഡയിൽ ഒരു സിനിമ എടുത്തല്ലോ. ആ സിനിമ എടുത്തതിന് ശേഷം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ അദ്ദേഹം അവരുടെ ഒരു പരിപാടി നടത്തി, പ്രൊമോ പരിപാടി. ആ പരിപാടിയിൽ അദ്ദേഹം ഈ സിനിമയുടെ പേരും ഒക്കെ പറയണ കൂട്ടത്തിൽ പറയുന്നു, കന്നഡ ഉണ്ടായത് തമിഴിൽ നിന്നാണ്. പറയാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ കമലഹാസന്? അല്ലെങ്കിലേ തമിഴ്നാട്ടില് പിന്നെ ഈ ഭാഷയുടെ കാര്യം പറയുമ്പോൾ അവർ ആര്യന്മാരുടെ ഇതാണ് ഹിന്ദി, ഞങ്ങൾ തമിഴ് മാത്രമേ പഠിക്കുകയുള്ളൂ, തമിഴ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വികാരം എന്ന് പറഞ്ഞ് ചുമ്മാ ആളുകളെ ഇളക്കി വിടുന്ന ടീമുകളാണ്. എന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ഉടൻ കന്നഡയിലുള്ള എന്നിട്ട് എന്ത് ചെയ്തു? കന്നഡയിലുള്ള ആളുകൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ അവിടെ സിനിമാ ഫീൽഡുകാരും ബഹളം ഉണ്ടാക്കി. ഉടൻ തന്നെ ഇദ്ദേഹം കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. എന്നാൽ മിണ്ടാതിരിക്കേണ്ട ഉലക നായകൻ, വിവരവും വിജ്ഞാനം വേണ്ട, ഇവിടെ വന്ന് വിളമ്പിട്ട് പോയി. നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി സഖാവ് ലെജൻഡാണ്, ഞാൻ സഖാവിന്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് 8ന്റെ പണി കിട്ടി. എന്തൊരു കഷ്ടമാണ്. ഇവിടെ പോയി ഉടൻ പണി കിട്ടി. ഇവിടെ നിന്നാ പോകുമ്പോ ഇതൊക്കെ കളഞ്ഞിട്ട് പോണ്ടേ? ഈ ശ്വാസവും കൊണ്ട് അവിടെ പോയി പണി കിട്ടി. അദ്ദേഹം തന്നെ കോടതി കൊണ്ട് കേസ് കൊടുത്തു, എനിക്കിവിടെ സിനിമ അവതരിപ്പിക്കാൻ അവസരം തന്നു, കൊണ്ടുവാടാ എന്നുള്ള രീതിയിലാണ് ജഡ്ജി അവിടെ ഇരുന്നത്. അദ്ദേഹം കന്നഡക്കാരനാണോ എനിക്കറിയില്ല. ജഡ്ജി ഉടനെ ഒരു ഉത്തരവിട്ടു, ഇയാളാരാ? മിസ്റ്റർ കമലഹാസൻ, നിങ്ങൾ സാഹിത്യകാരനാണോ? അല്ല. നിങ്ങൾ ചരിത്രകാരനാണോ? അല്ല. പിന്നെ നിങ്ങൾ ആരാ? നിങ്ങൾ ഈ ഭാഷയെക്കുറിച്ച് പറയാൻ നിങ്ങൾ ഭാഷാ പണ്ഡിതനാണോ? പോക. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് 2:30 മണി, ഇന്നലെയാ പറഞ്ഞു, 2:30 മണിക്ക് മുമ്പ് മാപ്പ് പറയണം. ഈ വാർത്ത ഉടനെ തന്നെ വക്കീലിന്റെ ആണല്ലോ, ജഡ്ജിയുടെ ഉത്തരവാണല്ലോ, ഉടനെ തന്നെ നോട്ടീസ് സെർവ് ചെയ്തു. ആർക്ക്? കമലഹാസൻ. ഇന്നലെ 2:30ക്ക് മാപ്പ് പറയാം. കമലഹാസൻ പറഞ്ഞു, മാപ്പുമില്ല, ഒരു കോപ്പുമില്ല, ഇവിടെ ഒരു പരിപാടിയില്ല. വീണ്ടും ആദ്യ പാട്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആരാണ്, ഞാൻ വീണ്ടും ആ വാക്ക് പറയുന്നില്ല, ആരാണ് ഇവിടെ എന്തായത്? വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. 2 രീതിയിൽ ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാം. സീരിയസ് ആയിട്ട് നോക്കിയാൽ, തമാശയൊക്കെ കളഞ്ഞാൽ. ഒന്ന്, കമലഹാസൻ ഇത് പറയാൻ പാടില്ല, കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. 2, പറഞ്ഞ വേദി ശരിയായില്ല. ഇരുന്ന വേദി ഉണ്ടല്ലോ, അത് കന്നഡക്കാരനായ ആളുകളെയും കൂടെ ഇരുത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. 3, അദ്ദേഹത്തിന്റെ സിനിമ കന്നഡയിലേക്ക് പോകാൻ പോവുകയാണ് പിറ്റേ ദിവസം, അപ്പോഴും പറയാൻ പാടില്ല. 4, അല്ലെങ്കിലും പറയാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ പറയും മലയാളം ഉണ്ടായത് തമിഴിൽ നിന്നാണ്, കന്നഡ ഉണ്ടായത് തമിഴിൽ നിന്നാണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സാഹിത്യകാരൻ പറഞ്ഞതായിട്ടോ, പിന്നെ പുരാവസ്തു വകുപ്പ് പറഞ്ഞതായിട്ടോ, ചരിത്രകാരന്മാർ പറഞ്ഞതായിട്ടോ കോട്ട് ചെയ്ത് പറയണമായിരുന്നു. അപ്പൊ ഏതെങ്കിലും ചരിത്രകാരനെ കൊണ്ടോ സാഹിത്യകാരനെ കൊണ്ടോ ആദ്യം പറയിച്ചതിന് ശേഷം അത് ഇന്ന ആളിന്റെ വാക്കുകൾ പ്രകാരം കോട്ടഡ് ബൈ ഇന്ന ആളെന്ന് പറയണമായിരുന്നു. അല്ലാതെ പറഞ്ഞപ്പോഴാണ് 8ന്റെ പണി കിട്ടി. കോടതിയിൽ നിന്നും പണി കിട്ടി, സിനിമാ ലോകത്തു നിന്നും പണി കിട്ടി, സോഷ്യൽ വേൾഡിൽ നിന്നും പണി കിട്ടി. പണിയോട് പണി. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? എത്ര മനോഹരമായ നല്ലൊരു നടനാണ്, ഉലക നായകൻ എന്നല്ലേ അറിയപ്പെടുന്നത്. മലയാളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, കൊടുത്തു വാങ്ങി എന്നാണ് പറയേണ്ടത്. നമ്മൾ അങ്ങോട്ട് കൊണ്ട് വടി കൊടുത്തിട്ട് എന്നെ തല്ലു എന്ന് പറഞ്ഞതുപോലെ കന്നഡയിൽ സിനിമ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അതിന്റെ സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ചെന്നൈയിൽ വെച്ച് പ്രൊമോഷൻ നടത്തുന്നതിന്റെ ഭാഗമായി അവിടെ ഈ ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടാക്കി. അത് കന്നഡയിൽ ബഹളമുണ്ടായപ്പോൾ അതിനെതിരെ കന്നഡയിൽ കൊണ്ട് കേസ് കൊടുത്ത് അവിടുത്തെ ജഡ്ജിയുടെ കയ്യിലിരിക്കുന്ന പാലും പഴവും ഒക്കെ വാങ്ങി ആവശ്യം പോലെ കിട്ടി. ഇപ്പൊ സിനിമ ഇറക്കാൻ പറ്റുന്നില്ല, അവരും ഇറക്കാൻ സമ്മതിക്കത്തില്ല. ഇയാൾ മാപ്പ് പറഞ്ഞില്ല, ഇവിടെ സിനിമ ഈ സ്റ്റേറ്റിൽ കണ്ടുപോകരുതെന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ സിനിമയും ഇറക്കാൻ പറ്റുന്നില്ല കന്നഡയിൽ, മാപ്പ് പറയുകയുമില്ല, ആകെ ജഗപുക. ഒരു പക്വത കുറവല്ലേ? ഇദ്ദേഹമാണ് അവിടെ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്ന ആള്. പാർട്ടി ഉണ്ടാക്കി ഇപ്പൊ രാജ്യസഭ MP ആയെന്നാ തോന്നുന്നത്. സത്യപ്രതിജ്ഞ ചെയ്തോന്ന് എനിക്കറിയില്ല. DMKയുടെ ഭാഗമായിട്ട് രാജ്യസഭ MP ആണ്. ഇദ്ദേഹത്തിന്റെ ഇതിൽ ചെയ്യാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്, പാർട്ടിയൊക്കെ ഉണ്ടാക്കി നടക്കുകയാണ്. വളരെ കഷ്ടമാണ്. എന്തായാലും നമ്മുടെ ഉലക നായകൻ, ഞാൻ പാട്ടിൽ ആദ്യം പറഞ്ഞതുപോലെ സംഭവിച്ചു. MOONCHY അല്ലെങ്കിൽ I, അത്ര തന്നെ.